രണ്ടുപേരെ കൊന്നിട്ട് സുഖമായി വാഴാമെന്ന് ആരും സ്വപ്നം കാണേണ്ടെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരന്റെ മുന്നറിയിപ്പ്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്തിനെയും കൊന്നവരെയും കൊല്ലിച്ചവരെയും പിടികൂടുന്നതുവരെ കോൺഗ്രസിന് വിശ്രമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് DCC ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്താഗംഗാധരന്റെ വീട് 2-3 ദിവസം പൂട്ടിയിരിക്കുകയായിരുന്നു. മുൻകൂട്ടി വീട് പൂട്ടി സ്ഥലം വിട്ട് 10-20 വണ്ടി വെക്കുന്ന വണ്ടിയൊക്കെ മാറ്റി അദ്ദേഹം സ്ഥലം വിട്ടു. എന്തിനാ? പോലീസ് അയാളെ വിളിച്ചൊരു കാഷ്വൽ ടോക്ക് നടത്തി. നിങ്ങൾ എന്തിനാ വീട് പൂട്ടി പോയത്? എന്തിനാ നിങ്ങൾ കാറുകൾ നീക്കം ചെയ്തത്? ചോദിച്ചോ? ശാസ്താഗംഗാധരനെ പോലത്തെ ഈ സംഭവം നടന്നതിന് തൊട്ടടുത്തുള്ള ഒരു വീട് പൂട്ടി 2-3 ദിവസത്തേക്ക് സ്ഥലം വിട്ട ഒരാളോട് പോലും പ്രാഥമികമായി ഒരു ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ പോലീസിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പണി നിർത്തി പോലീസ് പോകണം. നഷ്ടപ്പെട്ട നമ്മുടെ 2 ചെറുപ്പക്കാരാണ്. അങ്ങനെ നിസ്സംഗമായ ഒരു പോലീസുകാരെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എത്രയോ ആളുകൾ പോലീസിന് ചോദിക്കേണ്ടവർ, പോലീസിന് സംസാരിക്കേണ്ടവർ എത്രയോ ആളുകൾ ഇരിക്കുന്നു. ഇവരെയൊന്നും ആരും പോലീസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവരും പറയാം. ഗൂഢാലോചനയുണ്ട്. വളരെ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. പലരുടെയും വാക്കുകളും പ്രസ്താവനകളും ഉണ്ടായി. ആ പ്രസ്താവന നടത്തിയ ആരെയെങ്കിലും പിടിച്ചോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരാളെ പിടിച്ച് പോയി ചോദ്യം ചെയ്തോ? മുസ്തഫയെ ചോദ്യം ചെയ്തോ? കൈവത്തണം എന്ന് പറഞ്ഞ കുഞ്ഞിരാമനെ ചോദ്യം ചെയ്തു. ഇവരെ ആരെയും ഒരു 5 മിനിറ്റ് പോലും ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോ ഇതിന്റെയൊക്കെ അന്വേഷണം ഗതി മാറിയാണ് ഒഴുകുന്നത് എന്നതാണ് സത്യം. പ്രതികളിൽ ആദ്യം കയറി ഒളിച്ച ചട്ടഞ്ചാൽ, ഈ പ്രതികൾ ആദ്യം കയറി ഓടി രക്ഷപ്പെട്ട ചട്ടഞ്ചാൽ CPM ഓഫീസ്, ഏരിയ കമ്മിറ്റി ഓഫീസ്, ആ ഓഫീസ് നടത്തുന്ന പാർട്ടി ലീഡേഴ്സിനെ പോലീസ് ചോദ്യം ചെയ്തു. അതിൽ തൊട്ടടുത്ത 3 വീട്ടുകാർ നേരത്തെ പറഞ്ഞ് ഗുരുവായൂരമ്പലത്ത് പോയിരിക്കുന്നു 3 ദിവസം മുമ്പ്. അവരെന്തുകൊണ്ട് അവരെ പോലീസ് ചോദ്യം ചെയ്തു? ഇവർക്കെല്ലാം ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഗുരുവായൂരും അതുപോലെ ഗംഗാധരന്റെ തൊഴിലാളികളോട് 2 ദിവസം വരണ്ടെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു വന്നാൽ മതി. എന്തുകൊണ്ട് ഗംഗാധരൻ എന്ന് പറഞ്ഞു? വത്സരാജന്റെ കട, ആ കടയിൽ ലോഡ് എടുക്കുന്നവർ പറയുന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതൊന്നും എടുക്കേണ്ടി വരില്ല. ഇൻഷൂർ ചെയ്തിരിക്കുന്നു 40 ലക്ഷം രൂപക്കെന്നാണ് വിവരം. സാധനങ്ങൾ മാറ്റിയിരിക്കുന്നു വത്സരാജന്റെ കടയിൽ നിന്ന്. എന്തിനാ വത്സരാജൻ സാധനം മാറ്റിയത്? എന്താണ് വത്സരാജൻ തൊഴിലാളികളോട് അങ്ങനെ പറയാൻ കാരണം? എന്താ വത്സരാജന്റെ സാധനങ്ങൾ മാറ്റാൻ കാരണം? വത്സരാജനോട് ചോദ്യം ചെയ്യേണ്ട പോലീസ് ഇതുവരെ വിളിച്ചോ? ചോദ്യം ചെയ്തോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനവികാരത്തെ തളർക്കാനൊന്നും ഒരു കോടതിക്കും സാധിക്കില്ല. കോടിയേരിയും പിണറായിയും പ്രതികളെ സഹായിക്കില്ലെന്നും പാർട്ടിയുടെ പരിരക്ഷ കിട്ടില്ലെന്നും പറഞ്ഞിട്ടും കാസർകോട്ടെ MP-യും MLA-യും അടക്കമുള്ള CPM-കാർ എന്തിനാണ് മുഖ്യപ്രതി പീതാംബരന്റെ വീട്ടിൽ പോയതെന്നും സുധാകരൻ ചോദിച്ചു. പ്രദേശത്തെ CPM-ന്റെ പ്രമുഖനായ ശാസ്താഗംഗാധരൻ വീട് പൂട്ടി 20ഓളം വാഹനങ്ങൾ മാറ്റിയിട്ട് സ്ഥലം വിട്ടത് എന്തിനാണെന്ന് പോലീസ് അന്വേഷിച്ചു. പ്രതികൾ ഒളിച്ച ചട്ടഞ്ചാലിലെ CPM ഓഫീസ് ചുമതലക്കാരെ ചോദ്യം ചെയ്തു. വത്സരാജ് കടയിലെ സാധനം മാറ്റിയതും 75 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തത് എന്തിനാണെന്നും പോലീസ് അന്വേഷിച്ചില്ല. സുധാകരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ എരുമാട് മകാം ഉറൂസ് ജനുവരി 22 മുതൽ മാർച്ച് 1 വരെ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുന്നു. 22-ന് ഉറൂസ് ഉദ്ഘാടനവും സമൂഹ വിവാഹവും നടക്കും. പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജുമുഅ നിസ്കാരാനന്തരം എരുമാട് താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി പതാക ഉയർത്തും.
എല്ലാ ദിവസങ്ങളിലും രാത്രി പ്രമുഖ പ്രഭാഷകരുടെ മതപ്രഭാഷണവും ഉണ്ടായിരിക്കും. മാർച്ച് 1 ജുമാ നിസ്കാരത്തിന് ശേഷം ഉടുപ്പി ഗാസി ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും.